രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന്, ഹിദായത്തിന്റെ മർമ്മം മുഹമ്മദാണ്, എന്നാൽ ആയുസിന്റെ മർമ്മം ഹിദായത്താണ്. ഒരാളുടെ ജീവിതം സാഫല്യമാകുന്നത്, സാർത്ഥകമാകുന്നത് അയാൾക്ക് ഹിദായത്ത് കിട്ടുമ്പോഴാണ്. കാരണം 17 തവണ നിർബന്ധമായി റബ്ബിനോട് ദുആ ചെയ്യുന്ന ഒറ്റ വിഷയം ഹിദായത്താണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഹിദായത്ത് തരണം. അല്ലാഹു നമുക്ക് ഹിദായത്ത് തരട്ടെ. 17 തവണ ഒരു ദിവസം നിർബന്ധമായി പറയാം, പഠിച്ചോനെ ഞങ്ങൾക്ക് ഹിദായത്ത് തരണം റബ്ബേ, ഹിദായത്ത് തരണം റബ്ബേ, ഹിദായത്ത് തരണം റബ്ബേ. 17 തവണ. അപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അർത്ഥം ഹിദായത്താണ്. ഹിദായത്തിന്റെ കേന്ദ്രബിന്ദു ആകട്ടെ മുഹമ്മദ് മുസ്തഫ. പിമ്പറ്റിയവരാണ് ആരെ? ഈ വെളിച്ചത്തിൽ നിന്ന് അള്ളാഹു കൊടുത്തത്. കാരണം ലോകത്ത് അള്ളാഹുവിന്റെ നിഅമത്ത് വാങ്ങിയ ആളുകളാണ് മുൻഗാമികളായ ആദം മുതൽ ഈസ വരെ. ഇനി സിദ്ദീഖ് മുതൽ ഞാനുങ്ങളടക്കം അള്ളാഹു നമുക്കത് തരട്ടെ. അള്ളാഹു നമുക്കത് തരട്ടെ. അള്ളാഹു നമുക്ക് തരട്ടെ. അള്ളാഹു നമുക്ക് തരട്ടെ. ഇമാം മഹ്ദി അടക്കം എല്ലാവരും ആരെല്ലാം ഹിദായത്ത് കിട്ടിയോ അവർക്കെല്ലാം യഥാർത്ഥ ഹിദായത്ത് കിട്ടിയത് അത്ബാ ആയതുകൊണ്ടാണ്. ആരുടെ അത്ബാ? മുഹമ്മദ് എന്ന ആളുടെ. അത് ആരൊക്കെയുണ്ട് സലഫിൽ? ആര് മുതൽ തുടങ്ങും? സയ്യിദ്ന ആദം. അതിന്റെ മുമ്പിൽ മനുഷ്യല്ലാത്തതുകൊണ്ടാണ്. ഉണ്ടെങ്കിൽ അയാൾ പറയണം. പരമാവധി എല്ലാവരും ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കണം. എന്ത് പറയുകയാണെങ്കിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ലതേ പറയൂ ഇൻഷാ അല്ലാഹ്. നിങ്ങൾ കേട്ട് ശരിക്കും മനസ്സിലാക്കണം. വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സാന്നിധ്യമാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷാ തങ്ങളുടേത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു അനിവാര്യത ഉണ്ട് എന്ന് ഈ ആസുര കാലത്ത് മനസ്സിലാക്കിയെടുക്കൽ വളരെ വലിയൊരു അത്യാവശ്യം. ഒരു വലിയ പ്രയാസത്തിലാണ് മനുഷ്യ സമൂഹം മുഴുവനും. പ്രത്യേകിച്ച് നമ്മൾ വലിയ പ്രയാസത്തിലാണ്. ആ പ്രയാസങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ട്. ഈ പ്രഭാഷണത്തിൽ അതിനൊരു പരിഹാരം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മൾ അനുഗ്രഹിച്ചാൽ കുറച്ച് സമയം ഞാൻ സംസാരിക്കാൻ നീട്ടിയൊന്നും വല്ലാതെ നിങ്ങളെ വിഷമിപ്പിക്കുകയില്ല. ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്, മനുഷ്യൻ്റെ റൂഹിന്, അവൻ്റെ ഹൃദയത്തിന് വെളിച്ചത്തിൻ്റെ ദാതാവായ ഒരു സൃഷ്ടിയുണ്ട്. അത് മുഹമ്മദ് മുസ്തഫയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് വെളിച്ചം കിട്ടുക എന്നതാണ്. വെളിച്ചത്തിൻ്റെ അടിസ്ഥാന സ്രോതസ്സ് നിസ്കാരമല്ല. വെളിച്ചത്തിൻ്റെ അടിസ്ഥാന സ്രോതസ്സ് നോമ്പല്ല. വെളിച്ചത്തിൻ്റെ അടിസ്ഥാന സ്രോതസ്സ് ഹജ്ജല്ല, സക്കാത്തല്ല, ഒരു കർമ്മമല്ല. അതൊരു വ്യക്തിയിൽ കേന്ദ്രീകൃതമാണ്. ആ വ്യക്തിയാണ് മുഹമ്മദ്. പ്രാഥമിക പാഠമാണ്. എവിടെയാണ് മുഹമ്മദ് ഷാ എന്നത് പിന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ കൃത്യമായ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മൾ നിസ്കരിച്ചതുകൊണ്ടൊന്നും നമ്മൾ രക്ഷപ്പെടില്ല. നാം നിസ്കരിച്ചാൽ രക്ഷപ്പെടൂലേ? പെടും. പക്ഷെ അതിന് മുമ്പ് നമുക്ക് വെളിച്ചം കിട്ടണം. വെളിച്ചമാണ് മർമ്മം. വെളിച്ചത്തിൻ്റെ അടിസ്ഥാനം ഒരൊറ്റ സ്രോതസ്സിൽ നിന്നാണ് വെളിച്ചം വരുന്നത്. അത് മുഹമ്മദ് മുസ്തഫയാണ്. അത് യാതൊരു സംശയവുമില്ല. ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബും മുബീൻ. അല്ലാഹുവിൽ നിന്ന് നിങ്ങൾക്ക് വെളിച്ചവും വന്നു, വേദഗ്രന്ഥവും വന്നു. ആരാ വെളിച്ചം? വെളിച്ചം മുഹമ്മദാണ്. ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബും മുബീൻ. അല്ലാഹുവിൽ നിന്ന് നിങ്ങൾക്ക് വെളിച്ചം കിട്ടിയിട്ടുണ്ട്. വെളിച്ചവും വന്നിട്ടുണ്ട്, കിതാബും വന്നിട്ടുണ്ട്. കിതാബ് വരുന്നതിൻ്റെ 40 വർഷം മുമ്പാണ് വെളിച്ചം വരുന്നത്. ആ വെളിച്ചമാണെന്ന് പലരും മനസ്സിലാക്കി. ഫാന് വേണമെന്നില്ല, ശബ്ദം ഉണ്ടാക്കും. കുറച്ച് നേരം ചൂടൊക്കെ ആവാം. പിന്നെ ഒരു ഓപ്പൺ എയർ പ്രയാസമൊന്നും വേണ്ട. പിന്നെ സ്റ്റേജിലുള്ളവർക്ക് മാത്രം അങ്ങനെയാണ്ട് ഫാൻ ഉണ്ടാകുക, അതൊരു ഹൈറല്ല. അതിലൊന്നും ഹൈറില്ല. എല്ലാവരും ഒന്ന് തന്നെയാണ്. എല്ലാവരും ചൂടാണ്. നല്ല പോലെ വീണ്ടും അത് ഞാൻ ഒന്നും കൂടെ ഒറ്റ ഓടാം. അതിലൂടെ നിങ്ങളിത് ചിന്തിച്ച് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയാലേ ഇനി പറയാൻ പോകുന്ന ഭാഗങ്ങൾ മനസ്സിലാവും. അതായത് ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബും മുബീൻ. ഇവിടെ കിതാബിനേക്കാൾ മുന്തിച്ചതാണ് എന്തിനെ? പ്രകാശത്തിന്. ആരാണ് ഈ പ്രകാശം? പ്രകാശം മുഹമ്മദാണ്, മുഹമ്മദ് മുസ്തഫ. ആ മനുഷ്യൻ ചെന്നെത്തിയ നാടിന് പോലും അൽ മുനവ്വറ എന്ന പേര് വന്നു. അൽ മദീനത്തുൽ മുനവ്വറ, പ്രകാശത്തിന്റെ കേന്ദ്രമായ മദീന. എന്തുകൊണ്ട്? അവിടെ പ്രകാശം വന്നെത്തി.
അതിനു മുമ്പ് അത് യസ്രിബ. യസ്രിബ് എന്നാൽ എന്താ പറയാ? യസ്രിബ് എന്നാൽ ഭാഷയിൽ തന്നെ ഇപ്പോൾ യസ്രിബ് എന്ന് പറയാൻ പോലും പാടില്ല എന്നാണ്. യസ്രിബ് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന നാടാണ് യസ്രിബ്. ഒരുതരം പനിയുണ്ടാകും. മദീനയിൽ പോയി താമസിച്ച പനിയുണ്ടാവും, പനി പിടിക്കും, സ്വാഭാവികം. പണ്ട് ഹിജ്റ വന്ന് മദീനയിൽ വന്നവർക്കൊക്കെ പനി പിടിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പനിയോട് പറഞ്ഞു, ഇദ്ഹബി ഇലൽ ജുഹ്ഫ, ഇനി മദീനയിൽ വേണ്ട, ജുഹ്ഫയിലേക്ക് പോകും. അപ്പോൾ ഓടിച്ചു, പനിയെ ഓടിച്ചു. പ്രകാശത്തിന്റെ സ്രോതസ് പറഞ്ഞാൽ പനിക്ക് ഓടാതിരിക്കാൻ കഴിയില്ല. പനി ഓടി ജുഹ്ഫയിലേക്ക്. ജുഹ്ഫ എന്ന് പറഞ്ഞാൽ ഏകദേശം ബദറിന് അടുത്തുള്ള ഒരു പ്രദേശമാണ് ജുഹ്ഫ. ഞാനൊരു 15 കൊല്ലം മുമ്പ് പിന്നെ മദീനയിൽ നിന്ന് ബദർ വഴി മക്കയിലേക്ക് വന്ന ഒരു സംഘത്തെ കണ്ടപ്പോൾ ആ ആളുകൾ ഒരു ദിവസം ജുഹ്ഫയിൽ അവരുടെ ബസ് കേടായി താമസിക്കേണ്ട ഒരു ഗതികേട് വന്നു. അത് കാരണം അവർക്ക് മക്കയിൽ എത്തുമ്പോൾ പനിയാണ്. അവരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതായത് ഇന്നും ഒരു പനി പിടിക്കുന്ന നാടാണ് ജുഹ്ഫ. മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് ഓടിച്ചതാണ്. പനിയെ ഓടിച്ചു, പുണ്യ റസൂൽ ഓടിച്ചു. എങ്ങോട്ട് ഓടിച്ചു? ജുഹ്ഫയിലേക്ക് ഓടിച്ചു. ഇത് പറയാനുള്ള കാരണം എന്തെന്നാൽ മദീന അടിസ്ഥാനപരമായി മദീനയല്ല, അതൊരു യസ്രിബ് എന്ന പ്രയാസം ഉണ്ടാക്കുന്ന ഒരു പ്രദേശമാണ്. പിന്നെ അത് മദീനയായി. മദീനയുമല്ല, അൽ മുനവ്വറയായി. നൂറിൽ നിന്നുള്ള വാക്കാണ് അൽ മുനവ്വറ. എന്തുകൊണ്ട് മുനവ്വറയായി? അവിടെ നൂറിന് അഭയം കിട്ടി. നൂറാരാ? അത് മുഹമ്മദാണ്. ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബും മുബീൻ. ഈ നൂറിന്റെ സ്രോതസ് മുഹമ്മദാണ് സ്വല്ലല്ലാഹു അക്ബർ. സ്വല്ലല്ലാഹു നല്ല സ്വലാത്തിലിരിക്കണം. വലാത്തൊരു മജ്ലിസാണ്. ഞാനിവിടെ വല്ലാതെ ആഗ്രഹിച്ചു വന്നതാണ്. കാരണം മുഹമ്മദ് ഷാ തങ്ങളെ എനിക്ക് അത്ര ഇഷ്ടമാണ്. ചെറിയ ഇഷ്ടമൊന്നുമല്ല, വലിയ ഇഷ്ടമാണ്. ഞാനിവിടെ കോടങ്ങാട് ഓതിയിരുന്നത്. അക്കാലത്തും രാത്രിയിൽ ഇവിടെ വരും. ഇവിടെ ഞാൻ സിയാറത്ത് ചെയ്തതിന് കണക്കില്ല. ഇവിടെ വന്ന് സിയാറത്ത് ചെയ്യും. അക്കാലത്ത് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ഉസ്താദ് ഇങ്ങോട്ട് പറഞ്ഞേക്കും, അന്ന് കൊബ്ബേ പോയി സിയാറത്ത് ചെയ്തളാം എന്ന് പറയും. ഇവിടെ വരും, പിന്നെ അവിടെ പോകും, പിന്നെ തിരിച്ചു പോകും. രാത്രിയൊക്കെയാണ്. അന്ന് ഇവിടെ ബോംബെ ഹോട്ടൽ എന്നൊരു ഹോട്ടലുണ്ടായിരുന്നു. രാത്രി അവിടെ അതിന് നടുവിലുണ്ടായിരുന്നു ബോംബെ ഹോട്ടൽ. ഓർമ്മ ഉണ്ടാവും നിങ്ങൾക്ക്? അവിടെ വന്ന് ചായ കുടിക്കും. ഇവിടെ സിയാറത്ത് ചെയ്യും, അവിടെയും സിയാറത്ത് ചെയ്യും. പിന്നെ രാത്രി 12 മണിയൊക്കെയാണ്. അങ്ങനെ കുപ്പിയൊക്കെ അടച്ചിട്ടുണ്ടാവും, ഇതൊക്കെ അടച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഇവിടെ വന്ന് സിയാറത്ത് ചെയ്ത് അവിടെ പോയി സിയാറത്ത് ചെയ്ത് മനുഷ്യതാക്കളെയും സിയാറത്ത് ചെയ്തതിന് ശേഷം ബോംബെ ഹോട്ടലിൽ നിന്ന് രാത്രി ഞങ്ങളൊരു 3-4 ആളുകളുണ്ടാവും. അങ്ങനെ പ്രത്യേകിച്ച് ഉസ്താദ്മാർ, ഉസ്താദ് ഇല്ലാത്ത വ്യാഴാഴ്ച രാത്രി അങ്ങനെയൊക്കെയാണ് അങ്ങനെ ചെയ്യുക. പിന്നെ വ്യാഴാഴ്ച വെള്ളിയാഴ്ച രാവുകയാണല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ ഇന്നേ വന്നത് എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു സന്തോഷത്തിന് വന്നതാണ്. അപ്പോൾ ധാരാളം തെറ്റിദ്ധാരണകൾ തീരണം. തെറ്റിദ്ധാരണ തീർന്നേ മതിയാവും. പിന്നെ തെറ്റിദ്ധരിക്കണം എന്ന് നേർച്ചയാക്കിയവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. തെറ്റിദ്ധാരണ തീർന്നേ മതിയാവും. കാരണം മുഹമ്മദ് ഷാ തങ്ങളെ ആരെ ആക്ഷേപിച്ചാലും അവരുടെ ദീനും അവരുടെ ദുന്യാവും നഷ്ടപ്പെടും. യാതൊരു സംശയവും വേണ്ട. അവർ അത്രയും വലിയ ആളാണ്, യാതൊരു സംശയവുമില്ല. ഇതിൻ്റെ അടിസ്ഥാന സ്രോതസ്സാണ് മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫയിൽ മാത്രമേ 100 കിട്ടൂ. ആ 100 കിട്ടിയിട്ടില്ലെങ്കിൽ ഖുർആൻ കൊണ്ട് നിനക്ക് വലാലത്ത് കിട്ടും. യുളില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറൻ. യുളില്ലു ബിഹി കസീറൻ. ധാരാളം ആളുകൾ ഖുർആൻ കൊണ്ട് പേച്ചു. എന്തുകൊണ്ട് പേച്ചു? 100 കിട്ടിയ പിന്നെ പേക്കൂല. പിന്നെ എന്താ പേക്കാൻ കാരണം? അവർക്ക് വെളിച്ചത്തിന്റെ സ്രോതസ്സിൽ നിന്ന് അവർക്ക് വെളിച്ചം കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഖുർആനിൽ നിന്ന് അവർക്ക് വെളിച്ചം കിട്ടൂല. ഒന്നും കൂടെ പറയാം, ഖുർആൻ എല്ലാവർക്കും വെളിച്ചം കൊടുക്കൂല. ഖുർആൻ വെളിച്ചം കൊടുക്കണമെങ്കിൽ ആരിൽ നിന്ന് വെളിച്ചം കിട്ടണം? മുഹമ്മദ് മുസ്തഫയിൽ നിന്ന് കിട്ടണം. മുഹമ്മദ് മുസ്തഫ, നിങ്ങൾ വളരെ കൃത്യമായ വാക്കല്ലേ ഈ പറഞ്ഞത്? യുളില്ലു ബിഹി കസീറൻ. ഖുർആൻ കൊണ്ട് പലരും പേച്ചു. എന്തുകൊണ്ട് പേച്ചത്? കാരണം എന്താ? അവർക്ക് കിട്ടേണ്ടിടത്ത് നിന്ന് വെളിച്ചം കിട്ടിയില്ല. അതിനെ നിസ്സാരവൽക്കരിച്ചു. അത് ആ വെളിച്ചത്തെ കണ്ടെത്താനും കഴിയില്ല, പൂർത്തിയായി കണ്ടെത്താൻ കഴിയില്ല. അതിന്റെ ഒരു ബാഹ്യതലം അടിച്ചാൽ തന്നെ രക്ഷപ്പെട്ടു. ഹൽ റഅയ്തും റസൂലല്ലാഹ്. ഉമർ ബിൻ ഖത്താബിനോട് ചോദിക്കുക, ഉവൈസ്, നിങ്ങൾ നബിയെ കണ്ടുവോ? ആരോട് ചോദിക്കണത്?
ഈ ആൾ സ്വഹാബി അല്ല. ആര്? ഉവൈസ്. ഉവൈസ് താബിഈങ്ങളിൽപ്പെട്ട ആളാ. യമനിലെ കറനിൽ നിന്ന് വരികയാണ് ഉവൈസ്. പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളിൽ നിന്ന് പോയതിനു ശേഷം നിങ്ങളിൽ നിന്ന് ഉവൈസ് എന്ന് പേരുള്ള ഒരാൾ വരും. അയാൾ ഖറൻ നാട്ടുകാരനാണ്. ഫഖ്രിഊഹു മിന്നി സലാം, എന്റെ സലാം അയാളോട് പറയണം. അതേ വലിയ. പിന്നെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഖറനിൽ നിന്ന് വരുന്ന ആളുകളെ അന്വേഷിക്കുക. അപ്പോൾ ഒരു തീർത്ഥാടന വേളയിൽ കണ്ടെത്തി ഖറനിൽ നിന്ന് ഒരാൾ വന്നു, ഉവൈസ്. നബി പറഞ്ഞ എല്ലാ അടയാളവും. പിന്നെ ആ ആളോട് സംസാരിച്ചപ്പോൾ ആ ആൾ സംസാരം മധ്യേ അൽ ഫാറൂഖ് ഉമർ ഇബ്നുൽ ഖത്താബിനോട് ചോദിക്കാണ്, അൽ റഅയ്തും റസൂലല്ലാഹ്, നിങ്ങൾ നബിയെ കണ്ടുവോ? അങ്ങനെ ചോദിക്കാൻ തന്നെ പറ്റുമോ? കാരണം അവരാരാ? അവര് ആയുസിന്റെ വലിയൊരു ഭാഗം നബിയോട് കൂടെ ജീവിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി നബിയെ മറവ് ചെയ്ത ആളുകൾ അവര് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവരോടാണ് ചോദിക്കുന്നത്. ആരെ ചോദിക്കുന്നത്? ബാഹ്യതലത്തിൽ നബിയെ കാണാത്ത വ്യക്തി. ഹൽ റഅയ്തും റസൂലല്ലാഹ്, നിങ്ങൾ നബിയെ കണ്ടുവോ? ഖാലു നഅം, അതെ കണ്ടു. ഫഖാലല്ല, 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 നിങ്ങൾ കണ്ടിട്ടില്ല. റഅയ്തു മുഹമ്മദ് ഇബ്നു അബ്ദില്ലാ, നിങ്ങൾ അബ്ദുല്ലാഹിന്റെ പുത്രൻ മുഹമ്മദിനെ കണ്ടു. മാ റഅയ്തും റസൂലല്ലാഹ്, റസൂലുള്ളാഹി എന്ന ആളെ നിങ്ങൾ കണ്ടിട്ടില്ല. ഇത് സ്വഹീഹ് അടക്കം രേഖപ്പെടുത്തിയ, ഇമാം മുസ്ലിം അടക്കം രേഖപ്പെടുത്തിയ ഹദീസല്ലേ? ചർച്ച തർക്കമില്ലാത്ത ഹദീസാണ് ഹിദായത്ത്. എന്താണ് ഈ ഹിദായത്ത്? ഹിദായത്താണ് ആയുസിന്റെ മർമ്മം. ഇപ്പൊ ഞാൻ രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന്, ഹിദായത്തിന്റെ മർമ്മം മുഹമ്മദാണ്. എന്നാൽ ആയുസിന്റെ മർമ്മം ഹിദായത്താണ്. ഒരാളുടെ ജീവിതം സാഫല്യമാകുന്നത്, സാർത്ഥകമാകുന്നത് അയാൾക്ക് ഹിദായത്ത് കിട്ടുമ്പോഴാ. കാരണം 17 തവണ നിർബന്ധമായി റബ്ബിനോട് ദുആ ചെയ്യുന്ന ഒറ്റ വിഷയം ഹിദായത്താണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഹിദായത്ത് തരണം. അല്ലാഹു നമുക്ക് ഹിദായത്ത് തരട്ടെ. 17 തവണ ഒരു ദിവസം നിർബന്ധമായി പറയാം, പടച്ചോനെ ഞങ്ങൾക്ക് ഹിദായത്ത് തരണം റബ്ബേ, ഹിദായത്ത് തരണം റബ്ബേ, ഹിദായത്ത് തരണം റബ്ബേ. 17 തവണ. അപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അർത്ഥം ഹിദായത്താണ്. ഹിദായത്തിന്റെ കേന്ദ്രബിന്ദു ആകട്ടെ മുഹമ്മദ് മുസ്തഫ. കാരണം ഇവിടെ നോക്കൂ, ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊണ്ടോട്ടിക്കാർക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പൊ സീറ്റ് ബെൽറ്റ് കെട്ടി അനങ്ങാതെ ഇരിക്കണം. ഇപ്പൊ ആ നേരം ഇപ്പൊ സീറ്റ് ബെൽറ്റ് കെട്ടി അനങ്ങാതെ ഇരിക്കണം. ഈ വിഷയത്തിന്റെ മർമ്മങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ സീറ്റ് ബെൽറ്റ് വെച്ച് ചായ കൊടുക്കുക, വെള്ളം കൊടുക്കുക, എയർ ഹോസ്റ്റസ്മാർ പലതും കൊടുക്കും, ചിലർ കള്ളുടിക്കുന്നു. പക്ഷെ അത് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് കള്ളു കൊടുക്കൂല, ഒന്നും കൊടുക്കൂല. അതൊരു പ്രധാന സമയം. ഇപ്പൊ ടേക്ക് ഓഫ് ചെയ്യുന്ന നേരമാണ്. ഇപ്പൊ ഫ്ലൈറ്റ് പൊങ്ങുകയാണ്. കുറച്ചു നേരം ഉണ്ടാവും, എന്നിട്ട് നിങ്ങൾ ഒരു പൊസിഷനിലെത്തുള്ളൂ. പിന്നെ എളുപ്പം മനസ്സിലാവും. തിരിച്ചു വരാം. 2 കാര്യം പറഞ്ഞു. ഒന്ന്, ഹിദായത്തിന്റെ മർമ്മം മുഹമ്മദാണ്. ഹിദായത്തോ ഹിദായത്ത് എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ മർമ്മ. എന്തിനു നീ ജീവിക്കുന്നു? പറ, എന്തിനാ ജീവിക്കുന്നത്? എന്തിനു ജീവിക്കണം? ഹിദായത്ത് കിട്ടാൻ വേണ്ടി. കാരണം ഒരു ദിവസം നിർബന്ധ പ്രാർത്ഥനയായി 17 തവണ പറയാം, ഇഹ്ദിന, നീ ഞങ്ങൾക്ക് ഹിദായത്ത് തരണം. ഇഹ്ദിനീന പറയേണ്ടത്. പിന്നെ ഇഹ്ദിന എന്ന് പറഞ്ഞത് കുറെ ആള് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന് വരുത്തി തീർക്കാനാണ്. നീ എനിക്ക് ഹിദായത്ത് തരലാണ് എന്റെ ലക്ഷ്യം, പക്ഷെ ഞാൻ പറഞ്ഞു അങ്ങനെയാണ്. പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി ഒരാളെടുത്ത് പോകുമ്പോൾ 10 ആളെ കൂട്ടും. ഒറ്റക്ക് പോയി പറഞ്ഞാൽ ശ്രദ്ധിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇവിടെ വന്നതെന്നാണ് മുഖ്യമന്ത്രിയോട് പറയാ. ഞങ്ങളെല്ലാവരും ഒരു പ്രത്യേക അത്യാവശ്യം കൊണ്ടോട്ടിയിട്ടുണ്ട്, ഞങ്ങളെന്നോ. അപ്പൊ ഞങ്ങൾ എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും ഒരു ജനത്തിന്റെ ആവശ്യം. അതിൽ കൂട്ടത്തിലാണ് ഇവൻ പറയേണ്ടത് ഇഹ്ദിനി എന്നാണ്. സത്യത്തിൽ ഇവന്റെ ലക്ഷ്യവും ഇഹ്ദിനി എന്നാണ്. പക്ഷെ വിഷയം വലിയതായതുകൊണ്ട് കുറെ ആളുകൾ കൂട്ടി. ഇയാളോ, ഇയാൾ 1400 കൊല്ലമായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെല്ലാം ഇതിലുണ്ട്. അതിന്റെ കൂടെ ഇല്ലാന്നാ തോന്നുന്നത്. മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? അതായത് ഇഹ്ദിനി, നീ എനിക്ക് ഹിദായത്ത് താന്നാ പറയേണ്ടത്. പക്ഷെ പറഞ്ഞത്
ഇഹ്ദിനാ, നീ ഞങ്ങൾക്ക് ഹിദായത്ത് തരണമെന്നാണ്. എന്തിനാ ഞങ്ങൾ എന്ന് കൂട്ടിയത്? വിഷയം ഗൗരവമാണ്. എന്റെ അപഭ്രംശം കാരണം എനിക്കത് നഷ്ടപ്പെടരുത്. എന്റെ കൂട്ടത്തിൽ സ്വാലിഹ്യങ്ങളുണ്ട്, സിദ്ദീഖുൽ അക്ബർ ഉണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് ഉണ്ട്, വലിയ വലിയ ആളുകളുണ്ട്. അക്കൂട്ടത്തിൽ എന്നെയും കയറ്റിയതാ. എന്തുകൊണ്ട്? നഷ്ടപ്പെട്ട കഴിഞ്ഞു. വേറെ എന്ത് നഷ്ടപ്പെട്ടാലും ഒന്നുമില്ല. റേഷൻ കാർഡ് പോയി, കുഴപ്പമില്ല. 2 ആഴ്ച റേഷൻ കിട്ടൂല, എന്നാലും ആരെങ്കിലും കിറ്റ് തരും. മുറ്റത്ത് നിർത്തിയിരുന്ന കാറ് കള്ളം കൊണ്ടുപോയി. അൽഹംദുലില്ലാ. എന്തുകൊണ്ട്? നീ ഇൻഷുറൻസ് അടച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി പുതിയതാക്കാം. പഴയ വണ്ടി പോയി, പുതിയത് കിട്ടും. പൊര തീക്കത്തി നശിച്ചു, അൽഹംദുലില്ലാ, പുതിയ പൊര ഉണ്ടാക്കുക. നാട്ടുകാരൊക്കെ കൂടും. ഒന്നുമില്ല. ഭാര്യ മരിച്ചു, മക്കൾ മരിച്ചു, എന്നും പ്രശ്നമില്ല. അതൊക്കെ ഇവിടുന്ന് പോയാൽ അവിടുന്ന് കിട്ടും. പക്ഷേ ഹിദായത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു കാര്യം ഇനിയില്ല, ലൈഫ് തൊലഞ്ഞു. ഇത് ഫാത്തിഹയിലെ ദുആയാണ്. ഖുർആനിൽ നിർബന്ധമായി ഓതേണ്ട ഒരൊറ്റ അധ്യായം മാത്രം ഉള്ളൂ. അതേതാ? ഫാത്തിഹ. അത് ഒരു ദിവസം ഒരു തവണ ഓതിയാലും പോരാ, 17 തവണ. ഈ 17 തവണ എന്താണ് ഈ ഇഹ്ദിന? ഇതൊരു ദുആയാണ്. ഈ അധ്യായത്തിന് തന്നെ സൂറത്തു ദുആ, പ്രാർത്ഥനയുടെ അധ്യായം എന്നാണ് ഈ അധ്യായത്തിന്റെ പേര്. എവിടെയാ ദുആ കിടക്കുന്നത്? 7 ആയത്തിൽ 6 ആയത്തും ദുആയല്ല, ഒരായത്താ ദുആ. എന്നിട്ടും ഈ സൂറത്തിന്റെ പേര് നിങ്ങളുടെ കൂടെ ഇല്ല. ഈ സൂറത്തിന്റെ പേര് സൂറത്തു ദുആ. സൂറത്തു ദുആ. ദുആ എവിടെയാ കിടക്കുന്നത്? 6-ാമത്തെ ആയത്തിൽ. 5 ആയത്തും അള്ളാഹുവിനെ പ്രകീർത്തിച്ചതാണ്. 6-ാമത്തെ ആയത്താണ് ദുആ. 7 എക്സ്പ്ലനേഷനാണ്. എന്തിന്റെ? എവിടെ നിന്ന് കിട്ടും എന്ന് അള്ളാഹ് പറഞ്ഞു കൊടുത്താ. അപ്പോ സൂറത്തു ദുആ 6-ാമത്തെ ആയത്താണ് ദുആ. എന്നിട്ടും സൂറത്തിന്റെ പേര് സൂറത്തു ദുആ. ഇതിൽ ഒരായത്തിൽ മാത്രമേ എന്തുള്ളൂ? പറ, എന്തുള്ളൂ? ദുആയുള്ളൂ. എന്നിട്ടും ഈ അധ്യായത്തിന്റെ പേര്. എന്തുകൊണ്ട്? ഈ ദുആ നഷ്ടപ്പെട്ടാൽ നിന്റെ ആയുസ് നഷ്ടപ്പെട്ടു, കഴിഞ്ഞു, നഷ്ടം. ഇനി നിനക്കൊന്നുമില്ല, നീ നഷ്ടത്തിലായി. ആ ഹിദായത്തിന് അല്ലാഹു എക്സ്പ്ലെയിൻ ചെയ്തു. എവിടുന്ന ആ ഹിദായത്ത് കിട്ടുക? സിറാത്തുല്ലദീന. ഈ അല്ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? എന്നെ തന്നെ നോക്ക്, ഇങ്ങനത്തെ നോക്ക്. ഈ അല്ലദീന അൻഅംത എന്ന് പറഞ്ഞാൽ സിറാത്ത മുഹമ്മദിൻ വഅത്ബാഇഹി മിനസ് സലഫി വൽ ഖലഫ്. മുഹമ്മദിന്റെ മാർഗാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത്? അല്ലദീന അൻഅംത. അതിനേക്കാൾ വലിയ നിഅമത്തുള്ള ഒരാൾ ഇല്ലല്ലോ, നിങ്ങളിൻ്റെ കൂടെ ഇല്ല. അതായത് അള്ളാഹു അനുഗ്രഹിച്ച ആളുകളെ മാർഗത്തിലാണ് എന്തുണ്ടാവുക? ഹിദായത്ത് ഉണ്ടാക്കുക. അള്ളാഹു ഏറ്റവും അനുഗ്രഹിച്ച ആളാരാ? മുഹമ്മദ് മുസ്തഫ. ഇതിനേക്കാൾ വലിയ ആളാരാ? അള്ളാഹു ഏറ്റവും അനുഗ്രഹിച്ച ടാറ്റയാണോ? അംബാനിയാണോ? ലൗ കാനത്തി ദുനിയ ബിൽ ഗേറ്റ്സ് ആണ്. ആരാണല്ലോ? ഇതൊന്നും അള്ളാഹു അനുഗ്രഹിച്ച ആളുകളേ അല്ല. എന്തുകൊണ്ട്? എന്താണ് ഈ സാധനം? ദുനിയാവ്. എന്താണ് ബിൽഗേറ്റ്സിന്റെ കയ്യിലുള്ളത്? ദുനിയാവ്. എന്താണ് എലോൺ മസ്കിന്റെ കയ്യിലുള്ളത്? ദുനിയാവ്. കുറച്ച് നേരെങ്കിലും ഞാൻ പറഞ്ഞത് കേട്ടനുസരിക്ക്, പിന്നെ നിങ്ങൾ പറ്റിയത് പറഞ്ഞോളൂ. കുറച്ചു നേരം എനിക്ക് വഴിപ്പെടണം, എന്നാലും തലേ കയറും. ഇവർക്കൊന്നും കയ്യിൽ നിഅമത്തില്ല. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. അലങ്കാരമേ ഉള്ളൂ, നിഅമത്തില്ല. നിഅമത്ത് എന്ന് പറയാവുന്ന നിഅമത്ത് അല്ലാതൊന്നും. എന്തുകൊണ്ട്? ലൗ കാനത്തി ദുനിയ ലൗ കാനത്തി ദുനിയ കുല്ലുഹാ ബിഹദാഫി ഔ ബിഹദാഫിരിഹാ തസിനു ഇൻദല്ലാഹി ജനാഹ ബൗള. അല്ലാഹുവിന്റെ അടുക്കൽ ഈ ദുനിയാവിലെ സമ്പത്തിനാകെ
കൊതുകിന്റെ ഒരു ചിറകിന് വിലയില്ല. കൊതുകിന് ജനാഹൈബുണ്ട്, കൊതുകിന് പറ 2 ചിറകുണ്ട്. എന്നാൽ ഇവിടെ പറഞ്ഞത് ഒരു ചിറക. ഈ ദുനിയാവിലെ സമ്പത്താകെ അള്ളാഹുവിന്റെ അടുക്കൽ കൊതുകിന്റെ ഒരു ചിറകിന് വിലയില്ല. അപ്പൊ പിന്നെ അംബാനിയും അല്ലെങ്കിൽ അദാനി അല്ലെങ്കിൽ ബിൽഗേറ്റ്സ് അല്ലെങ്കിൽ ടാറ്റ ബിർള അല്ലെങ്കിൽ എലോൺ മസ്ക് ഇവർക്കൊക്കെ എന്ത് നിയമത്താണുള്ളത്? അപ്പൊ നിഅമത്ത് ഇങ്ങോട്ട് നോക്ക്. അപ്പൊ നിഅമത്ത് എന്താണ്? അള്ളാഹു അനുഗ്രഹിച്ചു കൊടുത്ത നിഅമത്താണ്. എന്താണ് ആ നിഅമത്ത്? അത് അള്ളാഹിന്റെ പൊരുത്ത, അത് അള്ളാഹിന്റെ വെളിച്ച. അത് കിട്ടിയ ഒരൊറ്റാൾ മുഹമ്മദ്. ഈ ആൾക്ക് സലഫിലും അത്ബഅഉണ്ട്, ഖലഫിലും അത്ബഅഉണ്ട്. പണ്ടും മുൻഗാമികളുണ്ട്, പണ്ടും പിൻപറ്റിയവരുണ്ട്, പിന്നെ പിൻപറ്റിയവരുണ്ട്. പണ്ട് പിൻപറ്റിയവരാരാ? മുഹമ്മദിയ വെളിച്ചത്തെ പിൻപറ്റിയവർ, ആദം മുതൽ ഈസ വരെ. പിൻപറ്റിയവരാരാ? സിദ്ദീഖ് മുതൽ അവസാനത്തെ ഹിദായത്ത് കിട്ടിയ മുഅ്മിൻ വരെ. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. ഇവർക്ക് നടുവിലുള്ള വെളിച്ചാണ് ആര്? മുഹമ്മദ്. ഇവർക്കൊക്കെ വെളിച്ചം കിട്ടിയത് ഈ സ്രോതസ്സിൽ നിന്നാണ്, മുഹമ്മദ്. മനസ്സിലാവണില്ല. ഈ ആൾക്ക് മുമ്പും ആളുണ്ട്, പിമ്പും ആളുണ്ട്. മുമ്പ് ആരാ ആള്? ആദം. ആദമിന് ഈ വെളിച്ചം കിട്ടിയത് മുഹമ്മദിൽ നിന്നാണ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പിൻപറ്റുന്നവർ ഈ മുഹമ്മദിയ വെളിച്ചത്തെ പിൻപറ്റിയ ആളാണ് സയ്യിദുനാ ആദം, സയ്യിദുനാ നൂഹ്, സയ്യിദുനാ ശീസ്, സയ്യിദുനാ ഇദ്രീസ്, സയ്യിദുനാ സാം, സയ്യിദുനാ ഇബ്രാഹിം. അവർക്കൊക്കെ തന്നെ കിട്ടിയത്. ഇബ്രാഹിം അഗ്നിയിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇയാളെ കൊണ്ടാണ്, വെളിച്ചം കൂട്ടിയത് ഇയാളെ കൊണ്ടാണ്. എല്ലാം സയ്യിദുനാ ഈസ, എല്ലാം അത്ബാഅാണ്, പിൻപറ്റിയവരാണ്. ആരെ? ഈ വെളിച്ചത്തിൽ നിന്ന് അള്ളാഹു കൊടുത്തത് കാരണം ലോകത്ത് അള്ളാഹുവിന്റെ നിഅമത്ത് വാങ്ങിയ ആളുകളാണ് മുൻഗാമികളായ ആദം മുതൽ ഈസ വരെ. ഇനി സിദ്ദീഖ് മുതൽ ഞാനും അടക്കം അള്ളാഹു നമുക്കത് തരട്ടെ, അള്ളാഹു നമുക്കത് തരട്ടെ, അള്ളാഹു അത് നമുക്ക് തരട്ടെ, അള്ളാഹു അത് നമുക്ക് തരട്ടെ. ഇമാം മഹ്ദി അടക്കം എല്ലാവരും ആരെല്ലാം ഹിദായത്ത് കിട്ടിയോ അവർക്കെല്ലാം യഥാർത്ഥ ഹിദായത്ത് കിട്ടിയത് അത്ബാ ആയതുകൊണ്ടാണ്. ആരുടെ അത്ബാ? മുഹമ്മദ് എന്ന ആളുടെ. അത് ആരൊക്കെയുണ്ട് സലഫിൽ? ആര് മുതൽ തുടങ്ങും? സയ്യിദുന ആദം. അതിന്റെ മുമ്പിൽ മനുഷ്യല്ലാത്തോണ്ടാണ്, ഉണ്ടെങ്കിൽ അയാൾ പെടണം. അപ്പൊ അതിനൊരു മധ്യത്തിൽ ഒരാളാണ് ആര്? മുഹമ്മദ്. ഈ ആളെ കൊണ്ട് മാത്രമേ നന്നാകൂ. നീ ആ നന്നായവരെ കൊണ്ടേ വേറുള്ളവര് നന്നാകൂ. അതാണ് സിറാത്തുൽ ലദീന എന്ന് മുഹമ്മദ് നബി ദുആ ചെയ്താലും അതിനർത്ഥം അതാണ്. എനിക്ക് നീ അനുഗ്രഹിച്ച മാർഗം, എനിക്ക് അനുഗ്രഹിച്ചതിൽ നിന്ന് നീ എന്നെ ആഗ്രഹിച്ച ആദമിന് കൊടുത്ത മാർഗം, എന്നെ ആഗ്രഹിച്ച അവസാനത്തെ ഉമ്മത്തിന് കൊടുക്കുന്ന മാർഗം, അതാണ് സിറാത്തുൽ ലദീന. ബസ് അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. രണ്ടാം ഭാഗത്തേക്ക് കിടക്കുന്നതിന് മുമ്പ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് അലൻ നബി സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് അലൻ നബി സല്ലല്ലാഹു لا إله إلا الله 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 عليه توكلوا. അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യ റസൂലിനെ വിളിച്ചും കിട്ടിയ അവിടുത്തെ അത്ബായിൽ നമ്മളെ ചേർത്ത് തരട്ടെ. അവിടുന്ന് പുറകോട്ടെ കഴിഞ്ഞു. അപ്പം ഇനി രണ്ടാമത് ഞാൻ ഓടിച്ചു പറഞ്ഞതും നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയതുമായൊരു വാക്കിനെ ഞാനൊരു 2 മിനിറ്റ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിനുവേണ്ടി ഞാനൊരു വാക്ക് പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചില്ല. അതായത് ഈ ആർക്കൊക്കെ ഹിദായത്ത് കിട്ടുമെന്നാൽ ഈ മുഹമ്മദിയത്തിൽ നിന്ന് ആർക്ക് ഹിദായത്ത് കിട്ടിയോ ആ ആളിൽ നിന്നാണ് നമുക്ക് ഹിദായത്ത് കിട്ടുക. അയാൾക്ക് ആരിൽ നിന്ന് കിട്ടണം? റസൂലിൽ നിന്ന് കിട്ടണം. അപ്പോൾ നമ്മൾ അയാളോട് ഒട്ടുക. അപ്പോൾ ഒട്ടിയാൽ മനസ്സിലായി, ഒട്ടിയാൽ
നമുക്കും കിട്ടും. കാരണം അയാൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടും, ഇല്ലെങ്കിൽ കിട്ടൂല. അതാണ് അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങളായ ഔലിയാക്കന്മാർ. അവർ ആരോടാണ് ഒട്ടിയത്? മുഹമ്മദിനോട് ഒട്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികൾ അവർ ഖുർആൻ പഠിച്ചവരുണ്ട്, ഖുർആൻ പഠിക്കാത്തവർ. നിങ്ങൾ എൻ്റെ കൂടെ വരി. അവർ ഖുർആൻ പഠിച്ചവരുണ്ട്, പഠിക്കാത്തവരുണ്ട്, ഹാഫിളീങ്ങളുണ്ട്. ഭൂരിപക്ഷം ഹാഫിളീങ്ങൾ അല്ലാത്തവരുണ്ട്. ഭൂരിപക്ഷം സ്വഹാബികളും ആരല്ല? ഉറക്കപ്പറ. എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? ഞാനല്ലേ മൈക്കൻ്റെ മുന്നിലുള്ളത്, ഇന്നല്ലേ നാളെ വിമർശിക്കുള്ളൂ. നിങ്ങൾക്ക് വല്ല പേടിയുണ്ട്? എന്ത് പ്രശ്നം? നിങ്ങൾ അറിയണ്ട, അത് നിങ്ങൾ ബേജാറാണ്ട. മനസ്സിലായി? ഒന്നും കൂടി പറയാം. സ്വഹാബികളിൽ ഭൂരിപക്ഷം ആരല്ല? ഞാൻ ഒരു കാര്യം ചോദിക്കാം. സിദ്ദീഖുൽ അക്ബറിൻ്റെ ഭരണകാലത്തുണ്ടായ ഏറ്റവും പ്രശ്നകരമായ പ്രശ്നം യമാമ യുദ്ധമാണ്. യമാമ യുദ്ധത്തിൽ 600 ഹാഫിളീങ്ങൾ ഷഹീദായി. അപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് ഓടി വന്നു. സിദ്ദീഖ് പറയുന്നത് അലൈക ബിജംഇൽ ഖുർആൻ, ഖുർആൻ ഉടനെ ഒരു പുസ്തകത്തിലാക്കി എഴുതണം. അതിനു മുമ്പ് ഖുർആൻ പുസ്തകത്തിൽ അല്ല. ചെയ്യൂല. നബി ചെയ്യാത്തൊരു കാര്യം ഞാൻ ചെയ്യൂല. നബി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കല്ലേ സിദ്ദീഖ് തങ്ങളെ. നിങ്ങൾ ദയവായി അത് പുസ്തകത്തിലാക്കാൻ പറയേ. ഞാൻ ചെയ്യൂല. അങ്ങനെ പറയില്ല സിദ്ദീഖ് തങ്ങളെ, നിങ്ങൾ ചെയ്യേ. ഞാൻ ചെയ്യൂല. അവസാനം തർക്കം നടന്നു ഇവർക്കിടയിൽ. അവസാനം സിദ്ദീഖ് പറഞ്ഞു, വല്ലാഹു ശറഹ സദ്രി ലിമാ ശറഹ സദ്ര ഉമറ. ഉമറിന്റെ മനസ്സിന് ആദ്യമേ കൊടുത്ത വെളിച്ചം നേരം വൈകിയാണെങ്കിൽ എനിക്കും കിട്ടി. ശരിയാണ്. കാരണം യമാമ യുദ്ധത്തിൽ 600ഓളം ഹാഫിളീങ്ങൾ മരിച്ചു. ഇനിയും കുറച്ച് ഹാഫിളീങ്ങൾ ബാക്കിയുള്ളവരും കൂടി മരിച്ചാൽ പിൻഗാമികളായ ആളുകൾക്ക് പറ ഖുർആൻ കിട്ടൂല. സ്വഹാബികൾ 1.25 ലക്ഷം ആളുകളില്ലേ? എല്ലാവരും ഹാഫിളാണെങ്കിൽ ഈ പ്രശ്നം എന്താ? ഇതെന്ത് പ്രശ്നം? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി പറയാ. നിങ്ങൾ ചിന്തിക്ക് ഈ പറയുന്നത്. അതായത് ആദ്യത്തെ പ്രയാസകരമായ പ്രതിസന്ധിയായിരുന്നു മുസൈലിമത്തുൽ കദ്ദാബ് എന്ന കള്ളപ്രവാചകനുമായി സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇന്നത്തെ റിയാദിൽ വെച്ച് ഏറ്റുമുട്ടുന്നത്. പട്ടാളം ഏറ്റുമുട്ടി. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ ഏറ്റുമുട്ടാണ് ഇന്നത്തെ റിയാദിൽ വെച്ച്. യമാമ യുദ്ധം റിയാദിന്റെ അടിസ്ഥാന നാമങ്ങളിൽ ഒന്നാണ്. എന്ത്? യമാമ. യമാമയിൽ വെച്ചാണ്, ഇന്നത്തെ റിയാദിൽ വെച്ചാണ് യുദ്ധം നടക്കുന്നത്. ആ യുദ്ധത്തിൽ 600 ഹാഫിളീങ്ങൾ മരിച്ചു, ഈ ഷഹീദായി. അപ്പോൾ ഉടനെ സിദ്ദീഖുൽ അക്ബറോട് ഉമർ ഇബ്നു ഖത്താബ് പെട്ടെന്ന് ഇത് എഴുതണം. അവസാനം പറ്റൂല എന്ന് പറഞ്ഞ് പറ്റുന്ന് സമ്മതിച്ചു. അങ്ങനെ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബികളെ ഏൽപ്പിച്ച് ആ കർമ്മം നിർവഹിക്കേണ്ടി വന്നത്. എന്തുകൊണ്ട്? എല്ലാവരും ആരല്ല? ഹാഫിളീങ്ങളല്ല. 10,000 ലക്ഷക്കണക്കിന് ഇനിയും ബാക്കിയില്ലേ? കുറച്ച് കഴിഞ്ഞ് നോക്കാന്ന് പറഞ്ഞാൽ പോരെ. ഹാഫിളീങ്ങൾ കുറവാണ്. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ ഇവിടെ ചിന്തിക്കണം. സ്വഹാബികളിൽ ഹാഫിളീങ്ങളുമുണ്ട്, ഹാഫിളീങ്ങൾ അല്ലാത്ത ഭൂരിപക്ഷമുണ്ട്. മുടുക്ക് നിസ്കരിക്കും എല്ലാവരും, നിസ്കരിക്കാത്തവരില്ല. പക്ഷെ അതേ സമയത്ത് സുന്നത്തായ നിസ്കാരം ഇങ്ങനെ പെരുപ്പിക്കുന്നവരുണ്ട്, പെരുപ്പിക്കാത്തവരുണ്ട്. രണ്ടും അങ്ങനെയുണ്ട്. സുന്നത്ത് അത്യാവശ്യം ഫർള് നിസ്കരിക്കും, പിന്നെ അതിന്റെ റവാത്തിബ് നിസ്കരിക്കും. അതിനപ്പുറമുള്ള ഒന്നും ഉണ്ടാവില്ല. കാരണം അവരൊക്കെ കർഷകരാ, നേരത്തെ പണിയാ. മനസ്സിലായില്ലേ? ചിന്തിക്കണം. അപ്പൊ ഈ വലിയ സുന്നത്ത് കൊണ്ട് രാംപകല് സുന്നത്ത് നിസ്കരിക്കുന്ന അങ്ങനെയാണോ? അവർ രാംപകല് പള്ളി കടന്നത് സുന്നത്ത് തന്നെ അങ്ങനെയാണോ? അല്ല. ഒരാൾ വന്ന് നബിയോട് ചോദിക്കും, നബിയെ സ്വർഗത്ത് കിടക്കണം, എന്താ ചെയ്യേണ്ടത്? 5 വക്ത് നിസ്കരിക്കണം. ആയിക്കോട്ടെ, നിസ്കരിക്കാം. പിന്നെ മഹ്ശറിൽ ചെന്നാൽ വേറെ എന്തെങ്കിലും നിസ്കാരത്തിന് മേൽ പിടികൂടുവോ? ഒന്നുമില്ല. പിന്നെന്താ നബി? പിന്നെ റമളാൻ നോമ്പ് വെക്കണം. അപ്പൊ ചോദിച്ചു പിന്നെ ഇടക്കും നിലക്കും നോമ്പ് വെച്ചിട്ടില്ലെങ്കിൽ അതിന്റെ മേൽ മഹ്ശറിൽ അള്ളാഹ് പിടിക്കോ നബിയെ? ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇങ്ങനെ ഓരോ 5 നിയമം ചോദിച്ചിട്ട് അയാൾ അവിടുന്ന് എണീറ്റ് പറഞ്ഞു, ഞാൻ കൂട്ടൂല കുറക്കൂല, ഫർള് ചെയ്യും, ഞാൻ പോവുക, എനിക്ക് പണിയുണ്ട് പാടത്ത്. അയാളോട് പോകും. അപ്പൊ റസൂലുള്ള
ആളുകളെ വിളിച്ചിട്ട് പറഞ്ഞു, മനസറഹു അയൻദുറ ഇലാ അഹദിൻ മിൻ അഹ്ലിൽ ജന്നത്തി ഫൽയൻദുർഹു. സ്വർഗ്ഗക്കാരനായ ഒരു മനുഷ്യൻ ഭൂമിയിലൂടെ നടക്കുന്നത് കാണാൻ ആർക്കെങ്കിലും കൊതിയുണ്ടെങ്കിൽ അയാളെ നോക്കിക്കോളൂ. ഇനി സദഖ, അയാൾ ഫർള് മാത്രം നടത്തിയാലും അയാൾക്ക് എന്ത് കിട്ടും? അങ്ങനത്തെ സ്വഹാബികളും ഉണ്ട്. ഇനിയൊരു ഹദീസിന് അർത്ഥം വെച്ചാലേ വേഗം, ഫബിഅയ്ഹിം ഇഖ്തദൈതും ഇഹ്തദൈതും, അവരിൽ ആളെ തുടർന്നാലും നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടും. ആവശ്യം എന്താണല്ലോ ഹിദായത്ത്. എന്താ കാരണം? അവരെല്ലാം പകലും സുജൂദിൽ കിടക്കുന്നവരുണ്ട്. ഒന്ന് കൂടിത്തരി മനുഷ്യന്മാരെ, ഒന്ന് പറയും മനുഷ്യന്മാരെ, മനസ്സിലാവുണ്ട് പറഞ്ഞത്. രാവും പകല് സുജൂദിൽ കിടക്കുന്നവരവര് മുഴുവനും അല്ല, അങ്ങനത്തോരുണ്ട്, അല്ലാത്തവരുണ്ട്. രാവും പകല് ഖുർആൻ ഓതുന്നവരാ ഉണ്ട്. ഖുർആനിൽ രാവും പകലും ഓതാത്ത ഭൂരിപക്ഷം ഉണ്ട്. ആവശ്യത്തിനോടും രാവും പകലും സിക്രയിലിനോടെ അല്ല, അങ്ങനെയുള്ളവരുണ്ട്, അല്ലാത്തവരുണ്ട്. കണ്ടോടത്തൊക്കെ സ്വതം കൊടുക്കുന്നവരാണ് അല്ല, അല്ലാത്തവരുണ്ട്, കൊടുക്കുന്നവരുണ്ട്. ഉസ്മാൻ ബിൻ അഫ്ഫാനെ പോലെ കൊടുക്കാത്തവരുണ്ട്, കൊടുക്കാത്തവരും ഇല്ല. പറഞ്ഞത് മനസ്സിലായില്ലേ? കൊല്ലം ഉംറക്ക് പോകണവരാരവര് അതൊക്കെ ഇപ്പൊ തുടങ്ങിയല്ലേ മനുഷ്യന്മാര്. ഇതൊക്കെ നമ്മൾ തിരിഞ്ഞു കളിക്കാൻ തയ്യാറായ കാലം മുതലാണ് ഹജ്ജും ഉംറയും കൂടിയത്. പണ്ട് അതൊന്നുമില്ല. പണ്ട് എത്ര വലിയ മുതലാളിയാണെങ്കിലും ഒരു ഹജ്ജ്, അതിലുള്ള ഉംറ. പിന്നെ ആരെങ്കിലുമൊക്കെ പോയെങ്കിലായി. പരക്കെ അങ്ങനെയില്ല. പിന്നെ അവിടുന്ന് കൊണ്ടുവന്ന പാത്രത്തിൽ അങ്ങനെ ഭക്ഷണം കഴിച്ച് അങ്ങനെ കൂടും. പിന്നെ ഞാന് 69 ഹജ്ജിന് പോയ കാലത്ത് ഇങ്ങനെ ഇടക്കിടക്ക് വീഡിയോ കോളിൽ പറയും, ഞാൻ 55 ഹജ്ജിന് പോയെന്ന് വാപ്പക്കത്തങ്ങളുണ്ടായിരുന്നു. അതൊക്കെ തന്നെയുള്ളൂ. അല്ലാതെ കൊല്ലം ഇന്നിപ്പോ 55ഉം 65ഉം ഇല്ല. കാരണം എല്ലാ മുതലാളിമാരും എല്ലാ കൊല്ലവും പോകുക തന്നെയാണ്. ഹജ്ജ് നുസ്ഹത്തിന് വേണ്ടിയാവുന്ന കാലം വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്താ നുസ്ഹത്ത്? മാനസിക ഉല്ലാസം, ഒരു ഊട്ടി പോയ സുഖം. ചില മുതലാളിമാര് പറയാറ്, എന്ത് ഞാൻ ദുൽഖഅദ് 15 കഴിഞ്ഞാൽ ഞാനെടുക്കും, അവിടെ ഒരു സുഖ, അതെന്നെ സുഖാണ് എനിക്ക് ആവശ്യം. അപ്പൊ ഇന്നിപ്പോ ഈ ദുനിയാവിലെ ഏറ്റവും മോശപ്പെട്ട ജനത നമ്മളാണല്ലോ. എന്തുകൊണ്ട്? സുമ്മല്ലദീന യലൂനഹും കഴിഞ്ഞിട്ട് 14 നൂറ്റാണ്ടായി. ഇത് 15-ാം നൂറ്റാണ്ടാ. അപ്പൊ എത്ര സുമ്മല്ലദീന യലൂനഹും നമുക്ക്? അപ്പൊ ഇക്കാലത്ത് തുടങ്ങിയതാണ് ഹജ്ജ് ഉംറന്റെ ആധിക്യം, സുന്നത്തുകളെ ആധിക്യം. നാട്ടിലാകെ ദുആ സമ്മേളനം ഒക്കെ ഇപ്പൊ തുടങ്ങിയതാണ്. തെറ്റുണ്ട് എന്ന് പറയല്ല കേട്ടോ, ശരിയുണ്ട് എന്ന് പറയുമല്ല, രണ്ടും പറയല്ല. ഇതൊന്നും ഇപ്പൊ നമ്മളെ ചർച്ച ഇല്ല. കാര്യത്തിന്റെയൊക്കെ മനസ്സിലായിക്കോളിയും. ഹിദായത്തിന്റെ സ്രോതസ് നിസ്കാരം നോമ്പും അല്ല. ഹിദായത്തിന്റെ സ്രോതസ് മുഹമ്മദാണ്.